ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കഴുകി വെച്ച ചിക്കനിലോട്ട് ഒരു 10ൻ്റെ തൈരാട്ടോ എടുത്തിട്ടുള്ള ചെറിയ പാക്കറ്റ് തൈര്. അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി ഇത് നമ്മൾ ഒരു 1/2 അവർ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ബാച്ചിലർ കറിയാണെന്ന്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു 5-6 സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാലഡിലോട്ടുമാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുക. ഞാൻ 1 കിലോ ചിക്കനിന് ആവശ്യമായിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവ് നോക്കിയിട്ടൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉപ്പ് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുന്നവരെ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പം ഇത് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണം, ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമ്മൾ അതിൽ ഗ്രീൻ കളറ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊറിയൻഡർ ലീവ്സും അതുപോലെ ഈ മിൻറ്റ് ലീവ്സും ഒക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതിനോട് കൂടി ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ അത് നമ്മുടെ സവാള വഴറ്റുന്നതിന് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഈ സവാള വഴറ്റി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കിയ നമ്മുടെ മിൻറ്റ് ലീവ്സും അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വഴറ്റുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ സവാള കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചു നമ്മുടെ പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ആ 4 പച്ചമുളകും ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ അടുത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ അടുത്ത് ഗരം മസാല ഇട്ട് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല. നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ലാസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും അതുപോലെ നമ്മുടെ ഗരം മസാല, ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിക്കനിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇനി അഥവാ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 കപ്പോ അങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് 4-5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു ടീസ്പൂൺ അടുത്തും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉപ്പ് മതിയാവില്ല. അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടായിരുന്നു. ഇനി ലാസ്റ്റ് സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിത്തലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അങ്ങനെ എല്ലാത്തിലൊക്കെ നമ്മൾ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. റെസിപ്പിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും കൂടെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ, ടേക്ക് കെയർ.